ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ ഇന്നത്തെ ബ്ലെസ്സിങ്സ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോണതെന്ന് നോക്കാം. 9 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഉണ്ടാക്കി വെച്ച കുറേ കാര്യങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊന്ന് ബുദ്ധിമുട്ടുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ്. അത് നിങ്ങളുടെ സെൽഫേരാകാം, നിങ്ങൾ ചെയ്ത പ്രോജക്റ്റ് ആകാം, അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ച പൈസയാകാം. അപ്പോൾ അത് ചിലപ്പം മറ്റാരെങ്കിലും അത് ചിലപ്പോൾ തട്ടിപ്പറിക്കാൻ വരുമ്പോഴത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ. നിങ്ങൾ തന്നെ ഒരു ഷീൽഡ് ഉണ്ടാക്കി വെക്കേണ്ട ഒരവസ്ഥ നിങ്ങൾക്ക് ഈ ഒരു സമയം ഉണ്ടെന്നാണ് കാണുന്നത്. പിന്നെ നിങ്ങൾ വിട്ടുകൊടുക്കൂല എന്നുള്ളൊരു തീരുമാനം നിങ്ങൾ ഈ ഒരു സമയത്ത് എടുക്കുന്നുണ്ട്. അത് ചിലപ്പം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങളെ വിട്ടുകൊടുക്കൂല എന്നായിരിക്കാം, നിങ്ങളുടെ പ്രിയപ്പെട്ട ആൾക്കാരെ വിട്ടുകൊടുക്കൂല എന്നായിരിക്കാം. എന്തായാലും ഒരു പ്രൊട്ടക്ഷൻ ഷീൽഡ് നിങ്ങൾക്കുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഈ ഒരു സമയമുണ്ട് എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ഏഞ്ചൽസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ്റെ ആവശ്യമുണ്ടെന്ന് ഈ സമയം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആർക്കേഞ്ചൽ മിഖായലിനെ വിളിക്കാവുന്നതാണ്. അപ്പോൾ മിഖായൽ മാലാഖ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരും എന്നുള്ളതാണ്. അത് ആർക്കേഞ്ചൽ മിഖായേൽ പ്ലീസ് കം അങ്ങനെ 3 തവണ നിങ്ങൾ ആർക്കേഞ്ചൽ മിഖായലിനെ വിളിക്കുക. അപ്പോൾ മിഖായേൽ മാലാഖൻ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചിലപ്പോൾ ദുസ്വപ്നം കണ്ട് പെട്ടെന്ന് ഞെട്ടി ഉണരുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഷീൽഡിൻ്റെ ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. ശരിക്കും നിങ്ങൾ നിങ്ങളുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടുന്ന ഒരവസ്ഥ, അതാണ് ഇന്നത്തെ ഒരു എനർജി. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നു എന്നുള്ളതാണ്. 8 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങളൊന്ന് മാറിപ്പോകേണ്ട അവസ്ഥയുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സമയം. 8 ഓഫ് കപ്പാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ചില കാര്യങ്ങൾ, നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് നിങ്ങൾ കരുതിയിരുന്ന ചില കാര്യങ്ങൾ, അതിൽ നിന്ന് നിങ്ങൾ ഒന്നും പുറത്തേക്ക് പോകുന്ന ഒരവസ്ഥയാണ്. അത് ഇനി മുതൽ അത് നിങ്ങൾക്ക് വേണ്ട എന്നുള്ളൊരു തീരുമാനം നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ ഈ കപ്പ് വരുമ്പോൾ ഇമോഷൻസിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തിരുന്ന ആൾക്കാർ, ചില വ്യക്തികൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്ത ആൾക്കാർ, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ട് കൊടുത്തതുപോലെ തിരിച്ച് കിട്ടുന്നില്ല എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങളത് ഉപേക്ഷിച്ച് നിങ്ങൾ പുറത്തു പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ അനുഭവിച്ച ഒരു വേദനയും ആ ഒരു പരിഗണന ഇല്ലായ്മയും തിരസ്കരണവും ഒക്കെ നിങ്ങൾക്ക് ഇനി വേണ്ട എന്നുള്ളതാണ്. നിങ്ങൾ ഇനി അതിന് നിൽക്കുന്നില്ല, നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നു എന്നാണ് ഇതിനകത്ത് കാണുന്നത്. ഒരു സ്പിരിച്വലായിട്ടുള്ള എന്തോ ഒരു ഗൈഡൻസ് പോലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻഡ്യൂഷൻ പോലെ, ഒരു ഗഡ് ഫീലിംഗ് പോലെ എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് മുന്നോട്ട് എങ്ങനെയാണ് നിങ്ങൾ പോകേണ്ടതെന്ന്. അപ്പോൾ അങ്ങനെ നിങ്ങൾ വളരെ വിശാലമായ ഒരു ലോകം നിങ്ങളുടെ മുന്നിലുണ്ട് എന്ന് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത്. ഒരു വലിയ ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ശരിക്കും നിങ്ങളെ പ്രയോറിറ്റി കൊടുക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. അപ്പം നമുക്ക് മൂല്യമില്ലാത്ത ഒരാളിൻ്റെ അടുത്ത് നമ്മൾ നിന്നിട്ട് ഒരു കാര്യമില്ല. അപ്പം നമുക്ക് എവിടെയാണോ മൂല്യം കിട്ടുന്നത് അവിടേക്ക് നമ്മൾ പോകണം എന്നുള്ളത് തീരുമാനമാണ് ഇന്ന് നിങ്ങൾക്കുള്ളത്. ചിലപ്പോൾ ചില ആൾക്കാർ വീടോ അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനമോ ഒക്കെ വിട്ട് പുറത്ത് പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത്. നമുക്ക് നോക്കാം അടുത്തത്. ഇത് ഒരു 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്.
നിങ്ങൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബിസിനസ്സൊക്കെ ഒരു ആരംഭിച്ച് എന്നിട്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഒരു വെയിറ്റിംഗ് എനർജിയാണ് ഈ ഒരു 7 ഓഫ് പെന്റക്കിൾസ്. നിങ്ങൾ മാക്സിമം എഫോർട്ട് എടുത്ത് ചെയ്ത കാര്യം അതിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു എന്ന് പറയാം. അപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾ ഈ എഫേർട്ട് എടുത്ത കാര്യം ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല സന്തോഷം തരാൻ പറ്റുന്ന ഒരു സാഹചര്യമായിട്ട് വളരും, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു എന്നാണ് കാണുന്നത്. കുറച്ച് ക്ഷമ വേണം എന്നുള്ളതാണ്. അപ്പോൾ എന്ത് കാര്യത്തിനും ഇന്നത്തെ ദിവസം നിങ്ങൾ കുറച്ച് ക്ഷമ ഉണ്ടായിരിക്കണം. ഒരു എടുത്തു ചാടി ഒരു കാര്യം ചെയ്യാൻ പോകരുത്. അപ്പോൾ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുക. പിന്നെ ചില ആൾക്കാർക്ക് ഒരു ആവശ്യവും ഇല്ലാത്തൊരു ഒരു ചിന്ത, ഒരു വിഷമം മനസ്സിലേക്ക് വന്നേക്കാം. അത് സമയത്തിൻ്റെ ആണെന്ന് മനസ്സിലാക്കുക. എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല നമ്മളുടെ ആറ്റിറ്റ്യൂഡും ഒക്കെ. അപ്പോൾ അത് മനസ്സിലാക്കുക. 5 ഓഫ് പെന്റക്കിൾസിൻ്റെ എനർജിയാണ് ഇതിൽ. നിങ്ങൾ ഇപ്പം നഷ്ടപ്പെട്ടു പോയ എന്തൊക്കെയോ കാര്യം നിങ്ങൾ അത് ഒരു നഷ്ടബോധത്തിൻ്റെ എനർജിയാണ് കേട്ടോ. ആരുമില്ല, ഒറ്റയ്ക്കായി പോയി, പ്രിയപ്പെട്ടവരെല്ലാം വിട്ടുപോയി, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല, പ്രിയപ്പെട്ടതെന്ന് വിചാരിച്ചിരുന്നത് പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരു എനർജിയാണ്. അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ എഫേർട്ട് എടുത്ത് നമ്മളുടെ ഈ ഇമോഷൻസിനെ മാറ്റി മുന്നോട്ട് പോകണം. ഇതിൽ പൈസയുമായി ബന്ധപ്പെട്ട എന്തോ കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ ചുറ്റി കറങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. പൈസയെക്കുറിച്ചുള്ള ചിന്തകൾ. ചിലപ്പോൾ നാളെ നിങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് പൈസ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. അപ്പോൾ അതിന് കാണാൻ വഴിയില്ലാതെ, ആ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതിൽ കുറച്ച് ആൾക്കാർ കുറച്ച് നെഗറ്റീവായിട്ടുള്ള ചിന്തകളിൽ നാളെ എങ്ങനെ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജിയുണ്ട്. നിങ്ങളൊന്ന് കാം ആൻഡ് കൂളായിട്ടിരുന്ന് നിങ്ങളുടെ സോളുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ആദ്യം നന്നായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ നിങ്ങൾ മുറുകെ പിടിക്കുക. അവിടെ നിന്ന് ഒരു ഉത്തരം നിങ്ങൾക്ക് തരും എന്നുള്ളതാണ്. അപ്പം നമ്മൾ വിശ്വാസം കുറയുമ്പോഴാണ് നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ പോണത്. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു നോക്കി അറിയാം, നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റാതെയോ ഒക്കെ വരുന്ന സമയത്താണ് നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സ് നമ്മളിലേക്ക് കൂടുതൽ വരുന്നത്. അപ്പോൾ അത് ഒന്ന് മാറുക. കാരണം നിങ്ങൾക്ക് ആൾറെഡി നല്ല ഒരു ഗൈഡൻസ് ഉണ്ട്, നല്ലൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഒരു ആശ്വാസം തരാനൊരു മാലാഖയും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് മറക്കാതിരിക്കുക. ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ സൈക്കിക് എബിലിറ്റി നിങ്ങൾ കൂട്ടണം. ഈ ഒരു സമയം നിങ്ങൾ അത് കൂടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എക്സർസൈസൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതാണെന്നുള്ളതാണ്. നിങ്ങളുടെ തേർഡ് ഐ ഓപ്പണിങ് അതിൻ്റെ എക്സർസൈസൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ അത് മനസ്സിലാക്കുക. നമ്മൾ തേർഡ് ഐക്ക് വേണ്ടിയിട്ടുള്ള മാത്രം എക്സർസൈസ് ചെയ്യാതിരിക്കുക. ഫുൾ നമുക്ക് നമ്മളുടെ കുണ്ടലിനെ എവേക്കണിങ് ചെയ്യാനുള്ള കാര്യങ്ങൾ വേണം ചെയ്യാൻ. അല്ലാതെ അതും സ്വാഭാവികമായിട്ട് സംഭവിക്കേണ്ട കാര്യമാണ്. നമ്മൾ കുണ്ടലിനി റൈസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാതിരിക്കുക. കാരണം നമ്മുടെ ശരീരവും മനസ്സും ഒരുപാട് പാകപ്പെടേണ്ടതായിട്ടുണ്ട് കുണ്ടലിനി റൈസ് ചെയ്യാൻ. അത് സ്വാഭാവികമായിട്ട് തന്നെയാണ് സംഭവിക്കേണ്ടതും. അപ്പോൾ ഇപ്പം അല്ലാത്ത നമുക്ക് പെട്ടെന്നത് ചെയ്യാൻ പറ്റും. പക്ഷേ അതുകൊണ്ട് നമ്മുടെ ശരീരം നമ്മുടെ മനസ്സൊക്കെ പാകപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിപ്രഷൻ പോലെയുള്ള കാര്യം വരാം. നമുക്ക് ഒരുപാട് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകാം. കാരണം നമ്മളുടെ ചക്രാസ് എല്ലാം ക്ലെൻസ് ചെയ്ത് എനർജൈസ് ചെയ്തതിന് ശേഷം നമ്മൾ കുണ്ടലിനി റൈസ് ചെയ്താൽ കുഴപ്പമില്ല, അത് തനിയെ തന്നെ സംഭവിക്കും. ഇതങ്ങനെ അല്ലാതെ എക്സർസൈസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാകാം, നമുക്ക് മാനസികമായ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകാം, തലവേദന വരാം. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു സമയം നിങ്ങളുടെ സൈക്കിക് എബിലിറ്റി കൂടുന്നു എന്നുള്ളതാണ്. ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് ഒരു ഹീലിംഗ് പവർ ഉണ്ടെന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയുക. ആ ഹീലിംഗ് പവർ അത് നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇത് ചിലപ്പോൾ നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ നിങ്ങളൊരു ഹീലിംഗുമായി സംബന്ധിച്ച കാര്യങ്ങൾ ചെയ്തിരുന്ന ആൾക്കാരായിരിക്കാം. അത് ഈ ഒരു ജന്മത്തിൽ നിങ്ങളെ പിന്തുടർന്ന ഒരു ഹീലിംഗ് നിങ്ങളിലുണ്ട്. ഓൾറെഡി ഒരു ഹീലിംഗ് പ്രോപ്പർട്ടി നിങ്ങളിലുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ അടുത്തിരിക്കുമ്പോൾ ആൾക്കാരൊക്കെ ഒരു ഹീലാകുന്നൊരു
ഒരു സിറ്റുവേഷൻ നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കാം, നിങ്ങളുടെ അടുത്തിരിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഹീലിങ്ങോ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയോ ഒക്കെ കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇതിൽ നിങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഒരുപാട് ഗുണമുണ്ട് എന്നാണ് കാണുന്നത്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് ഗുണമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ നിങ്ങളെ കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം ഉണ്ടാകേണ്ടത്. അത് നിങ്ങൾ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളാദ്യം നിങ്ങളെ ഒന്ന് ഹീൽ ചെയ്യാൻ ശ്രമിക്കുക. ഇതിൽ നമ്മളെ മറന്നു പോകാതിരിക്കുക. നമ്മളുടെ ശരീരം എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കും, എന്നെ കൂടി ഒന്ന് ശ്രദ്ധിക്കുമെന്ന്. നിങ്ങൾ പ്രത്യേകിച്ചും ഈ ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജി വരുമ്പം നിങ്ങൾക്ക് മറ്റുള്ളവരെ സെർവ് ചെയ്യാൻ, സന്തോഷിപ്പിക്കാൻ, കെയർ ചെയ്യാനൊക്കെ വളരെ ഇഷ്ടമാണ്. പക്ഷെ അത് സ്വന്തമായിട്ട് പ്രയോഗിക്കാൻ ഭയങ്കര മടി ഉള്ളവരും അല്ലെങ്കിൽ തിരിച്ചറിയാത്ത ആൾക്കാരും ഒക്കെയാണ്. അപ്പം നിങ്ങളെ ഹീൽ ചെയ്യുക. ഇപ്പം ഹീലിംഗ് ഒന്നും പഠിച്ചിട്ടില്ലാത്ത ആൾക്കാർ നിങ്ങളൊന്ന് ഹൃദയത്തിലും നിങ്ങളുടെ മണിപൂരകത്തിലും ഒക്കെ നിങ്ങളുടെ കൈ വെറുതെ വെച്ചിരുന്നാൽ മാത്രം മതി. കുറേ നേരം മെഡിറ്റേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കൈ ഹൃദയത്തിലും മണിപൂരകത്തിലും ഒക്കെ വെച്ചിരുന്നാൽ തന്നെ ആൾറെഡി അത് ഹീലായിക്കോളും. അത് മനസ്സിലാക്കുക. നിങ്ങളും ഹീൽ ചെയ്യേണ്ടപ്പെടേണ്ട വ്യക്തികളാണെന്ന് മനസ്സിലാക്കുക. ജസ്റ്റിസാണ് ഇന്ന്. നമ്മൾ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ഒരു ആരുടെയും പക്ഷത്ത് നിൽക്കാതിരിക്കുക. നമ്മളുടെ മുന്നിലൊരു വാക്ക് തർക്കം നടക്കുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്താകാം, നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലാകാം, ഒരു തർക്കം നടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ അതിലൊന്നും ഇടപെടാതെ ആരുടെയും സൈഡിൽ നിൽക്കാതിരിക്കുക. ഒരു ജസ്റ്റിസിൻ്റെ ഭാഗത്ത് മാത്രം ജസ്റ്റിസിൻ്റെ ഭാഗത്ത് നിൽക്കുക. നിങ്ങളുടെ വിശ്വാസങ്ങളെ ഒരിക്കലും നിങ്ങൾ വിട്ടുകൊടുക്കാതിരിക്കുക. നിങ്ങൾ നീതി എന്താണോ അതിൻ്റെ ഭാഗത്ത് മാത്രം നിൽക്കാൻ ശ്രമിക്കുക. ശരിക്കും ഇന്ന് നിങ്ങൾക്കൊരു പരീക്ഷണം പോലെയുള്ളൊരു കാര്യമാണ് ഇന്ന് ദൈവം നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ എന്ത് ചെയ്യും, ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ദൈവം നിങ്ങളെ പരീക്ഷിക്കുന്നത് പോലത്തെ ഒരു എനർജിയാണ്. ഇന്നൊരു നീതി നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ അതുപോലെ ഒരു നീതി മറ്റുള്ളവർക്കും കൊടുക്കണം എന്നാണ് കാണുന്നത്. 7 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. കുറേ ചോയ്സസ് ഉണ്ടാകാം. അത് നിങ്ങളുടെ ജോലി സംബന്ധമായ എന്തെങ്കിലും കാര്യമായിരിക്കാം. അപ്പോൾ ആ ചോയ്സസ് നിങ്ങൾ വളരെ കെയർഫുള്ളി നിങ്ങൾ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. കുറച്ചുകൂടി നിങ്ങൾ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിൻ്റെ പേരിലൊരു കാര്യവും ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യാതിരിക്കുക. ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം ഇന്നത്തെ ഒരു കാര്യം തീരുമാനിക്കുക. അഡിക്ഷൻസിൽ നിന്നും പുറത്തു പോകാൻ ശ്രമിക്കുക. അത് റിലേഷൻഷിപ്പ് ആയാലും അല്ലാത്ത എന്തെങ്കിലും അഡിക്ഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ അതിൽ നിന്ന് പുറത്തു പോകാൻ ശ്രമിക്കുക. ചാരിയട്ടാണ്. നിങ്ങളുടെ ഹാർഡ് വർക്ക് ഫലമുണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് കാണുന്നത്. കുറേ പ്രയോറിറ്റി ഉണ്ടാകും എന്ന് കണ്ടു. അതിൽ ഏറ്റവും നല്ലത് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ ദിവസം ഒരു പബ്ലിക് റെക്കഗ്നീഷനൊക്കെ ഇന്നത്തെ ദിവസം കിട്ടുമെന്നാണ് കാണുന്നത്. നമുക്ക് നോക്കാം. ഫോക്സാണ്. ബിസിനസ്സിൽ കുറച്ച് ഇന്നത്തെ ദിവസം ഫലം പ്രയോഗിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ധാരാളം പൈസ നിങ്ങളിലേക്ക് വരും. പക്ഷേ ഇന്ന് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ കുറച്ച് തന്ത്രപൂർവ്വം നിങ്ങൾ നിൽക്കേണ്ടി വരും ഇന്നത്തെ ദിവസം നിങ്ങൾ കസ്റ്റമേഴ്സിനോട്. അപ്പോൾ അതൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. വളരെ ഏത് തരത്തിൽ നിന്നാൽ ഇന്ന് നിങ്ങളുടെ ക്ലയൻസ് നിങ്ങളുടെ അടുത്തുനിന്ന് കൂടുതൽ പർച്ചേസ് ചെയ്യുമെന്ന് മനസ്സിലാക്കി നിങ്ങൾ നിൽക്കാൻ ശ്രമിക്കുക. കുറച്ച് ചിലപ്പം ഒരു ഓഫറൊക്കെ കൊടുക്കേണ്ടി വരും ഇന്നത്തെ ദിവസം. ഗ്രേപ്സ് ആണ്. ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് പുറത്ത് പോയി ഒന്ന് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ കുറച്ച് പ്രശ്നങ്ങളും വിഷമവും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ നിങ്ങളൊന്ന് പുറത്തു പോയി കൊണ്ടുപോയി ഒന്ന് കാണിക്കാൻ ശ്രമിക്കുക. നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കാനും ഒന്ന് എൻജോയ് ചെയ്യാനും ഒക്കെ നിങ്ങളെ തന്നെ ഒന്ന് ട്രീറ്റ് ചെയ്യുക. അത് നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്, നിങ്ങളുടെ സോളത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആരോ ആണ്.
നിങ്ങൾ റൈറ്റ് പാത്തിലാണെന്ന് വിശ്വസിക്കുക, മനസ്സിലാക്കുക. നിങ്ങൾ സംശയം തോന്നുന്നുണ്ടായിരിക്കാം, ഈ ഒരു സമയം ഞാൻ പോകുന്നത് കൃത്യമായ വഴിയിലൂടെയാണോ? അപ്പോൾ അതിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൃത്യമായിട്ടുള്ള വഴിയിലൂടെയാണ് പോകുന്നത് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. കാരണം ഇന്നത്തെ ദിവസം കുറച്ച് സംശയങ്ങൾ ഉണ്ടായിരിക്കും. ഞാൻ പോണത് ശരിയാണോ, ഞാൻ ഇത് ചെയ്യണോ, അങ്ങനെയുള്ള കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു എനർജിയാണുള്ളത്. അപ്പം നിങ്ങൾ പോകുന്നത് ശരിയാണ്, കൃത്യമായിട്ടുള്ള വഴിയാണ് എന്നുള്ളതാണ്. റെയിൻബോ ആണ് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഇന്നത്തെ ദിവസത്തോടു കൂടി കഴിയും എന്നാണ് കാണുന്നത്. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരുന്നൊരവസ്ഥ ഇന്ന് മാറും. ഒത്തിരി സ്ട്രഗിൾ ചെയ്ത ആ ഒരു കാര്യം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകും എന്നാണ് കാണുന്നത്. കുറച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് മൗണ്ടെയിനാണ്. അപ്പം ഓവർകം ചെയ്യേണ്ടതായിട്ടുള്ള കുറേ ചലഞ്ചസ് ഉണ്ടായിരിക്കും. അതൊന്ന് ഓവർകം ചെയ്യും എന്നാണ്, അത് ഫിനിഷ് ആകും എന്നാണ് കാണുന്നത്. അപ്പോൾ നല്ലൊരു മെസ്സേജാണ് ഇന്ന് ഉള്ളത്. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും അത് മാറ്റാൻ നിങ്ങൾക്ക് തന്നെ പറ്റും എന്നുള്ളതാണ്. അത് ദൈവമായിട്ട് നിങ്ങൾക്കൊരു ഗൈഡൻസ് തരുന്നുണ്ട്, നിങ്ങളുടെ കൺഫ്യൂഷൻ എങ്ങനെയാണ് മാറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. ഭഗവാന്റെ മെസ്സേജ് കൂടി നോക്കാം ഇന്നത്തെ ദിവസം. ഇതിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ റൈറ്റ് ടൈമിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാനാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ എടുത്തു ചാടി ഒരു കാര്യവും ചെയ്യാതെ ഒന്ന് ആലോചിച്ചിട്ട് മാത്രം ചെയ്യുക. യഥാർത്ഥത്തിലുള്ള സമയം, നിങ്ങളുടെ കൃത്യമായ സമയം വരുന്നുണ്ട്, അതിനൊന്ന് വെയിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള തടസ്സങ്ങൾ കുറച്ച് വലുതാണ്. അപ്പം അത് പോകാൻ സമയമെടുക്കും, പക്ഷേ അത് പോയി തുടങ്ങി എന്നാണ് ഭഗവാൻ പറയണത്. അപ്പം ഈസി ആയിട്ട് ഒരു കാര്യവും നേടാൻ പറ്റൂല എന്നുള്ളതാണ്. നമ്മളുടെ മുന്നിലുള്ള തടസ്സങ്ങൾ ചിലപ്പോൾ നിങ്ങളത് കുറച്ച് ഭാഗം മാത്രമേ കാണുന്നുണ്ടായിരിക്കുള്ളൂ, പക്ഷെ കുറച്ച് വലുതാണ്. എന്നാലും നിങ്ങളതിൽ വിഷമിക്കേണ്ടതില്ല, ആ തടസ്സങ്ങളെല്ലാം മാറിപ്പോകും എന്നാണ്. ഫ്രഷ് സ്റ്റാർട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും പുതിയ ഒരു തുടക്കം നിങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങളുടെ മുന്നിൽ എന്തൊക്കെ തടസ്സം ഉണ്ടെങ്കിലും അതൊക്കെ മാറിപ്പോകും. പക്ഷേ ഒരു റൈറ്റ് ടൈം വരണം. നമുക്ക് എല്ലാത്തിനും ഒരു സമയമുണ്ട്, ആ സമയത്താണ് എല്ലാം കൃത്യമായിട്ട് വരുന്നത്. കുറേ കാര്യങ്ങളൊക്കെ ഇന്നത്തെ ദിവസം ഒരു ചേഞ്ച് ആക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ഇന്നത്തെ ദിവസം ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.